കീം എക്സാം ഒക്കെ അടുത്തെത്തി അല്ലേ? അടുത്ത മാസമാണ് കീമിന്റെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പണ്ട് കീമ എന്തായിരുന്നു നോക്കാം. പണ്ട് നമ്മൾ എന്താ റിട്ടേൺ എക്സാം ആയിരുന്നു അല്ലേ? ഞാനൊക്കെ എഴുതിയ ടൈം, അതായത് 2020 കീമ റിട്ടേൺ എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പം മീൻസ് പെൻ ആൻഡ് പേപ്പർ മോഡ്. ഓക്കെ, ഇപ്പൊ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയി. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതിനു ശേഷം നമുക്ക് വന്നിട്ടുള്ള പാറ്റേണിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററിന് എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം എവിടം വരെ പഠിച്ചെന്നോ എത്രത്തോളം പ്രിപ്പറേഷൻ ആയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഈ ഒരു മാസത്തിനടുത്ത് തന്നെ ഉള്ളൂ അല്ലെ? ഒരു മാസം തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ പെൻഡിങ്ങും മീൻസ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം തീർക്കുക. അതോടൊപ്പം തന്നെ ഈ പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്യാനും സമയം കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ ഇനി പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങളിപ്പം അത് മെമ്മറിയിൽ നിൽക്കുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പം എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ അത് റിവൈസ് ചെയ്താണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഒരു ടൈം കണ്ടെത്തണം. നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, അപ്പം ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതിനു ശേഷം, അതായത് 45 ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം ഉള്ള നമ്മളുടെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതായത് ഫിസിക്സിലെ +1 ഉം +2 ഇതിലുള്ള ടോട്ടൽ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഇതിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിക്കോളാം. അപ്പം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ അല്ല, നിങ്ങളെല്ലാം ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു പോയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ +1 വരുന്നൊരു ചാപ്റ്റർ ആയിരുന്നു ഇവിടെ, ഏത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, സിമ്പിൾ, അതായത് ഏറ്റവും എളുപ്പത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ? എന്തായാലും ഇതിൻ്റെ അകത്ത് എറർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? നോക്കിക്കോട്ടെ, 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെ, 1-2 ക്വസ്റ്റ്യൻ ആ ഒരു റേഞ്ചിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എററിനൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം എററിന്റെ ഭാഗത്ത് നിന്ന്. അതായത് എന്താണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എന്താണ് മീൻസ് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡയമെൻഷൻ ടൈപ്പ് ഒരു മാച്ച് ദ ഫോളോയിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചാപ്റ്ററിനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. എന്തായാലും നിങ്ങൾ അറിയണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയാലും സിമ്പിൾ ആയുള്ള സാധനങ്ങളാണ്, എല്ലാം സിമ്പിൾ ആയുള്ള സംഭവങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കും. ഇതിനകത്തൊന്നും ഒരു ടോപ്പിക്സ് പോലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ. ഓക്കെ, എടി മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയാലും പ്ലെയിൻ ആയാലും ലോസ് ഓഫ് മോഷൻ ആയാലും നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് ധാരാളം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ ഒരു പുള്ളീൻ്റെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്ത് അവിടെ നിർത്തി എന്ന് വിചാരിക്കരുത്. അതിൻ്റെ അകത്ത് വേറെ കുറേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മീൻസ് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തൊക്കെ ലോസ് ഓഫ് മോഷൻ എന്നൊക്കെ. ഓക്കെ, കണക്റ്റഡ് പുള്ളീസ് ആയിട്ടും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനിയിപ്പം എന്താണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ സ്ട്രെയിറ്റ് ലൈനും അതേപോലെ തന്നെ പ്ലെയിനും കേട്ടോ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിനിലായാലും എന്താണ് പ്രൊജക്ടൈലും അതേപോലെ തന്നെ ആ പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കും. ഓക്കെ, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാം. അതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം. ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ചാപ്റ്ററിന് ഗ്രാഫ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, ഈ ഒരു 3 ചാപ്റ്റർ നോക്കിക്കോ, 4 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4 to 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വർക്ക് എനർജി പവർ ഗ്രാവിറ്റേഷൻ അത്യാവശ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വർക്ക് എനർജി പവർ അത്ര വലിയൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കാം. ഓക്കെ, വർക്ക് എനർജി പവർ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റർ നോക്കിയാൽ 4 ക്വസ്റ്റ്യൻ്റെ റേഞ്ചിലാണ് ഈ 2 വർഷം, അതായത് 2024-25 ആ വർഷങ്ങളിൽ ചോദിച്ചിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ. +1 നമ്മൾ എടുക്കുകയാണെങ്കിൽ +1 ഇതാ ഇവിടം വരെ വരുന്നത്, ഓസിലേഷൻ ആൻഡ് വേവ്സ് വരെ വരുന്നത്. നോക്കിക്കോ, അവിടെ വരെ നോക്കുമ്പോൾ നമ്മൾ മീൻസ് ചാപ്റ്റേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ചാപ്റ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് അത്യാവശ്യം നല്ല വെയിറ്റേജിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മളുടെ ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും ഒക്കെ അത്യാവശ്യം നല്ല ഇൻഡിവിജ്വൽ വെയിറ്റേജ് ആയി നോക്കുകയാണെങ്കിൽ മീൻസ് അങ്ങനെ വരുന്നൊരു ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പം മെക്കാനിക്സ് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കോ, ഇതൊക്കെ മെക്കാനിക്സിൽ വരുന്നത്, ഇത്രയും ഭാഗമൊക്കെ മെക്കാനിക്സിൽ വരുന്ന. ഈ മെക്കാനിക്സ് എത്രത്തോളം സ്ട്രോങ് ആണ് അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിൽ വാങ്ങിക്കാം. ഈ മെക്കാനിക്സ് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയും ചോദിക്കാം. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ എന്താണ് ചാർജ് റിലേറ്റഡ് ആയിട്ട് എന്താണ് വർക്കും ചാർജും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ. സോ നിങ്ങൾ ഈ മെക്കാനിക്സ് കഴിവതും ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. മെക്കാനിക്സ് കഴിവതും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാണുക, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരു ചാപ്റ്റർ ആയിട്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രം എടുക്കണം. അതിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ച് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താണ് എന്തായാലും നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, മീൻസ് എന്താണ് ഒരു ഡിസ്ക് ഇങ്ങനെ വെച്ച് ഇതിനൊന്നൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഏതോ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിക്കാം. പിന്നെ എന്താണ് അങ്ങനത്തെ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതാ 2 സ്ഫിയർ ഇങ്ങനെ വെച്ച് ഓക്കെ ഇവിടെ റോഡ് വെച്ച് ഈ റോഡിന് അബൌട്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ അറിയുകയാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓക്കെ,
പിന്നെ കുഴപ്പമില്ല. പിന്നെ സോളിഡ്സ് ഫ്ലൂയിഡ്സ് ആണ്. സോളിഡ്സ് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്ലൂയിഡ്സ് അത്യാവശ്യം കുറച്ചുണ്ട് അല്ലേ. കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്ര അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോക്കിക്കോ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് നോക്കിക്കോടാ, 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, അതേപോലെ തന്നെ കൈനറ്റിക് തിയറി അല്ലേ. ഈ 3 ചാപ്റ്ററിന് ചോദ്യം വരും. ഓക്കെ, അപ്പോൾ കൂടുതലൊക്കെ ഇക്വേഷൻ ബേസ്ഡ് ആയിരിക്കും. തെർമോഡൈനാമിക്സ് ഒക്കെ കൂടുതൽ ഇക്വേഷൻ ബേസ്ഡ് ആയിരിക്കും അല്ലേ. അഡയബാറ്റിക് ആണ് പി വി റേസ് ടു ഗാമ ഇസിക്കൽ കോൺസ്റ്റന്റ്, ടി വി റേസ് ടു ഗാമ -1 ഇസിക്കൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ കണ്ടില്ലേ. സോ കുറേയൊക്കെ ഇക്വേഷൻ ബേസ്ഡ് ആയിരിക്കും. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് കുറച്ച് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂമറിക്കലി സോൾവ് ചെയ്ത് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. നോക്കിക്കോ, ഈ ഒരു 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു 5 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഓസിലേഷൻ വേവ്സ് 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. അതായത് ഓസിലേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വേവ്സ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഓസിലേഷൻ ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വേവ്സ് വേവ്സിനും കുഴപ്പമില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു +1 നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്താടാ ഈ ചാപ്റ്റേഴ്സ് ഒന്നും വർക്ക് എനർജി പവറും ലോസ് ഓഫ് മോഷനും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ പ്ലെയിന് ഈ മെക്കാനിക്സ് ഭാഗം ഒന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് അത്രയും പ്രയാസമായിട്ട് ഏതൊരു ചാപ്റ്റർ വിചാരിക്കുക, അത്രയും പ്രയാസമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്കത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒട്ടും പഠിച്ചിട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. പറയുന്നത് കേൾക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് മാത്രം. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ, അത്രയും പാട് വരുന്ന ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, അതുകൊണ്ട് മാത്രം കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ എല്ലാം നിങ്ങൾ അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റേജ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, ടൈം ഉണ്ടോ വെച്ചാൽ ഇനി ടൈമും ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ച സാധനങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ +2ലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതേപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഈ ചാപ്റ്റർ നോക്കുക 5 to 6 ക്വസ്റ്റ്യൻ, അതായത് +2ൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ആദ്യത്തെ ആ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, കീമിന്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീൻസ് സർക്യൂട്ട് സോൾവിങ് ആയിക്കോട്ടെ, പിന്നെ എന്താണ് സെൽസ് വെച്ചിട്ടും അതേപോലെ തന്നെ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടും ഒക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സോ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് മോർ ഇമ്പോർട്ടൻസ് അതിനകത്ത്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ആ 2 ചാപ്റ്റേഴ്സ് ഇല്ലേ, ചാർജസ് ആൻഡ് ഫീൽഡും പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസും, അതും അത്യാവശ്യം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ മാഗ്നറ്റിസം, ഈ മാഗ്നറ്റിസം ഉദ്ദേശിച്ച 5 ചാപ്റ്റർ ഏതൊക്കെയാ? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതേപോലെ തന്നെ ഉണ്ട് എന്താണ് നമ്മുടെ EMI, AC, EM വേവ്സ്. ഓക്കെ, ആ ഒരു 5 ചാപ്റ്റേഴ്സിനായിട്ട് 3 മുതൽ 5 ക്വസ്റ്റ്യൻ, വിച്ച് മീൻസ് ഒരു ചാപ്റ്ററിന് 1 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഓക്കെ, ആ ഒരു റേഞ്ച് വരെ ചോദിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒപ്റ്റിക്സ് എന്താണ് അത്യാവശ്യം റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കൂടെ കൂടിയിട്ട് 5 to 6 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. ഓക്കെ, റേ ഒപ്റ്റിക്സിൽ ആ പ്രിസത്തിന്റെ ടൈപ്പ് പ്രോബ്ലംസ് എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ വേവ് ഒപ്റ്റിക്സിലായാലും നമ്മുടെ ഹൈജൻസ് പ്രിൻസിപ്പിൾ അല്ലേ, മീൻസ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, പിന്നെ എന്താണ് നമ്മൾ ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് റിലേറ്റഡ് ആയ പ്രോബ്ലംസ്, അതൊക്കെ നമ്മൾ നോക്കുക കേട്ടോ. പിന്നെ മോഡേൺ ഫിസിക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. മോഡേൺ ഫിസിക്സ് പറഞ്ഞിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ആറ്റംസ്, ന്യൂക്ലിയസ്, ഡ്യുവൽ നേച്ചർ അല്ലേ. പഠിക്കാൻ ഭയങ്കര മീൻസ് ഈ കൂട്ടത്തിൽ എന്തൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പാഠങ്ങൾ പഠിക്കാൻ ഭയങ്കര സിമ്പിൾ. ആലോചിച്ച് നോക്ക്, ആ ഒരു 4 പാഠം ആറ്റംസ്, ന്യൂക്ലിയസ്, ഡ്യുവൽ നേച്ചർ, സെമി കണ്ടക്ടേഴ്സ്, ആ ഒരു 4 പാഠത്തിന് 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. 5 ക്വസ്റ്റ്യൻസ് ശരിയാവുന്ന പറഞ്ഞാൽ തന്നെ അവിടെ 20 മാർക്ക് കിട്ടി അല്ലേ. 5 into 4 20 മാർക്സ് അവിടെ കിട്ടി. സോ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല, 2 ക്വസ്റ്റ്യൻ ആണ്. അത് പഠിക്കാനുള്ള സമയം കൂടി ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, ഇത് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പാടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സാധനം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജിന് ചോദിക്കുന്നതാണ്, മാത്രമല്ല പഠിക്കാനും സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു 2 ഇയറിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് കാണാൻ പറ്റിയത്. ഓക്കെ, സോ ഇതേ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ട്രെൻഡ് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായ ഒരു വെയിറ്റേജ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയിപ്പം മാക്സിമം റിവിഷന് ടൈം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും പതുക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങുക കേട്ടോ. അപ്പോൾ റിവിഷന് ടൈം ഇപ്പോഴേ കണ്ടുവെച്ചോ, നല്ല രീതിക്ക് പഠിക്കുക, നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോളേജിൽ തന്നെ സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.